ഓം ഹരി ഓം. ദശകം 14 9ഉം 10ഉം ശ്ലോകങ്ങൾ. നിജ ഭർതൃഗിരാ ഭവന്നിഷേവാ നിജ ഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാമഥ ദേവ ദേവഹൂത്യാം നിരതായാമഥ ദേവ ദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മ തത്വവിദ്യാം പ്രഥയിഷ്യൻ പരമാത്മ തത്വവിദ്യാം. ഈ ശ്ലോകത്തിലാണ് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അവതാരം, കപിലാവതാരം. പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ജയ് ബോലോ ശ്രീ കപില വാസുദേവ മൂർത്തി കി ജയ്. ശ്രീ കപില ഭഗവാൻ കി ജയ്. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഹേ ദേവ അഥ നിജ ഭർതൃഗിര. ഭഗവാനെ, പിന്നീട് ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് ഭവന്നിഷേവാ നിരതായാം ദേവഹൂത്യാം, നിന്തിരുവടിയുടെ ഭജനയിൽ ഒഴുകിക്കഴിയുന്ന ദേവഹൂതിയിൽ ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ, ജനങ്ങളുടെ ഇടയിൽ ലോകത്തിൽ ഉത്തമമായ ആത്മവിദ്യ പ്രകാശിപ്പിക്കുന്നതിനായി ത്വം കപിലഃ അജായഥ, അവിടുന്ന് കപിലമുനിയായി അവതരിച്ചു. ദേവഹൂതി ദേവനെ ആഹ്വാനം ചെയ്യുന്നവൾ, തനിക്ക് പുത്രനായി അവതരിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവൾ എന്നൊക്കെയാണ് ദേവഹൂതി എന്ന വാക്കിന് അർത്ഥം പറയുന്നത്. ഭഗവാൻ കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മകനായിട്ട് ദിവ്യമായ മുഹൂർത്തത്തിൽ അവതാരം ചെയ്തു. ബ്രഹ്മാദേവന്മാരെല്ലാം എത്തി പുഷ്പവർഷം ചെയ്തു. ദുന്ദുഭിഭാഷം വാദ്യങ്ങളൊക്കെ മുഴങ്ങി എല്ലാവരും കൂടി ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ബ്രഹ്മാവാണ് ദേവഹൂതിയെ നോക്കി പറഞ്ഞത്, ഇത് ഭഗവാന്റെ അവതാരമാണ്, അതുകൊണ്ട് ഈ ഭഗവാന് കപിലൻ എന്ന പേരുണ്ടാവും. വാസുദേവൻ ജനിച്ചതുകൊണ്ട് കപില വാസുദേവൻ എന്നായിരിക്കും ജനങ്ങൾ വിളിക്കുക. സാഖ്യാചാര്യനാണ് ഈ കപില വാസുദേവൻ എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. ഭാഗവതത്തിലുണ്ട് ഈ ഭാഗങ്ങളൊക്കെ. ഇനി നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. നിജ ഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാമഥ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജ ഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാം അഥ ദേവദേവഹൂത്യാം. നിരതായാം അഥ അങ്ങനെ വായിക്കാം, നിരതായാമഥ അങ്ങനെയും വായിക്കാം. ദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം. കപിലഃ ത്വം അജായഥ അങ്ങനെ വായിക്കാം. കപിലഃ ത്വം അജായഥാഃ അങ്ങനെയും വായിക്കാം. ഇല്ല, ബുദ്ധിമുട്ടാണെങ്കിലോ കപിലസ്ത്വം അജായഥ അങ്ങനെയും വായിക്കാം. കപിലസ്ത്വം അജായഥ ജനാനാം. കപിലസ്ത്വമജായഥാ ജനാനാം. കപിലസ്ത്വം അജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. ഇനി 10ാമത്തെ ശ്ലോകം. വനമേയുഷി കർദമേ പ്രസന്നേ വനമേയുഷി കർദമേ പ്രസന്നേ മത സർവാസ്വം ഉപദിശൻ ജനന്യൈ മത സർവാസ്വം ഉപദിശൻ ജനന്യൈ. കപിലാത്മക വായുമന്ദിരേശ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനിയുടെ അർത്ഥം നോക്കാം. ഹേ കപിലാത്മക വായുമന്ദിരേശ, കപിലമൂർത്തിയായി അവതരിച്ച അല്ലേ ഗുരുവായൂരപ്പ. പ്രസന്നേ കർദമേ വനം ഏയുഷി, കൃതകൃത്യനായ കർദമൻ വനത്തിലേക്ക് തപസ്സിനായി പോയപ്പോൾ
ജനന്യേ മതസർവസ്വം, അമ്മയ്ക്ക് മതസിദ്ധാന്തങ്ങളെല്ലാം ഉപാദിശന്ത്വം സാരാംശം, മതസിദ്ധാന്തങ്ങളുടെ എല്ലാം സാരാംശം ഉപദേശിക്കുന്ന നിന്തിരുവടി, മാം ത്വരിതം ഗതൗഖാത് പരിപാഹി, എന്നെ വേഗത്തിൽ എല്ലാ രോഗങ്ങളും മാറ്റിത്തന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മതസർവസ്വം, കപിലോപദിഷ്ടമായ സാഖ്യശാസ്ത്രം സർവമതങ്ങൾക്കും അവലംബമാണെന്ന് സൂര്യനെയും കൂടെ തരുന്നുണ്ട്. സാഖ്യാചാര്യൻ എന്ന പേരിലും കപില മഹാമുനി അറിയപ്പെടും എന്ന് പറയുന്നുണ്ട് ഭാഗവതമൊക്കെ. ഇവിടെ നമുക്ക് അർത്ഥം നോക്കാം. ഹേ കപിലാത്മക, കപിലമൂർത്തിയായി അവതരിച്ച അല്ലേ ഗുരുവായൂരപ്പ, പ്രസന്നേ കർദ്ദമേ വനം മേയുഷി, കൃതകൃത്യനായ കർദ്ദമൻ വനത്തിലേക്ക് തപസ്സിനായി പോയപ്പോൾ ജനന്യേ മതസർവസ്വം ഉപാദിശന്ത്വം, അമ്മയ്ക്ക് മതസിദ്ധാന്തങ്ങളുടെ എല്ലാം സാരാംശം ഉപദേശിക്കുന്ന നിന്തിരുവടി, ത്വരിതം തുങ്കദൗഖാത് പരിപാഹി, എന്നെ വേഗത്തിൽ എല്ലാ രോഗങ്ങളും മാറ്റി തന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിതൊന്ന് കൂട്ടി വായിച്ചു നോക്കാം. വനമേ യുഷി കർദ്ദമേ പ്രസന്നേ, വനം ഹേ യുഷി, വനമേ യുഷി, വനമേ യുഷി കർദ്ദമേ പ്രസന്നേ, മതസർവസ്വം ഉപാദിശൻ ജനന്യൈ, മതസർവസ്വം ഉപാദിശൻ ജനന്യൈ, മതസർവസ്വം ഉപാദിശൻ ജനന്യൈ, കപിലാത്മകവായുമന്ദിരേശ, കപിലാത്മകവായുമന്ദിരേശ, ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഖാത്, ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഖാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 10 ശ്ലോകങ്ങളും കപില അവതാരം എന്ന പേരിൽ ഉണ്ടാക്കിയ ഈ ശ്ലോകരത്നങ്ങളെ ആ ഉണ്ണിക്കണ്ണൻ്റെ തൃക്കാൽക്കൽ ഭട്ടതിരി വളരെയധികം ബഹുമാനത്തോടെ ആദരവോടെ വിനയത്തോടെ സമർപ്പിച്ചു. ഭഗവാന് വലിയ സന്തോഷമായി ഉണ്ണിക്കണ്ണനോട് ചോദിച്ചു, ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? അങ്ങ് കപില വാസുദേവമൂർത്തി അവതാരം ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നില്ലേ ഗുരുവായൂരപ്പ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിക്കണ്ണൻ വളരെയധികം ഭംഗിയോടെ തലയൊക്കെ ആട്ടിക്കൊണ്ട്, പുഞ്ചിരി തൂയിക്കൊണ്ട്, കാൽച്ചിലമ്പൊക്കെ ആട്ടിക്കൊണ്ട്, മയിൽപ്പീലി ആട്ടിക്കൊണ്ട്, തൻ്റെ മണിക്കുള്ളങ്ങളും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട്, മുഖത്തിൽ പല പല ഭാവങ്ങളും എത്തിക്കൊണ്ട്, പ്രസന്നമായ മുഖത്തോടെ പുഞ്ചിരി തൂകുന്ന ചുണ്ടുകളോട് കൂടിയിട്ട് കുഞ്ഞിളമ്പള്ളികളൊക്കെ കാട്ടിക്കൊണ്ട് ആ ഭട്ടതിരിക്ക് ദിവ്യദർശനം നൽകിയ ഭഗവാനെ, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ അടിയങ്ങളും ഇതാ ഈ ദശകം സമർപ്പിക്കുകയാണ്. അടിയങ്ങളുടെയും എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കി തന്ന് അവിടുത്തെ പാദങ്ങളിൽ ഭക്തി തന്ന് ഞങ്ങളെയൊക്കെ ഭക്തന്മാരാക്കി തീർക്കണേ ഗുരുവായൂരപ്പ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ഭഗവത്പാദത്തിൽ സകലതും സമർപ്പിക്കുന്നുണ്ട്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഈരേഴുലകിന്നും വിരായി വീളങ്ങുന്ന മരുദേശ തവ പദപദ്മം വേർപീരിയതെന്മനതാരിയിലെപ്പോഴും ആവിർഭവിപ്പാനനുഗ്രഹിക്കൂ. ഈരേഴുലകിന്നും വേരായി വീളങ്ങുന്ന നാരായണി തവ പദപദ്മം വേർപീരിയതെന്മനതാരിയിലെപ്പോഴും ആവിർഭവിപ്പാനനുഗ്രഹിക്കൂ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൈരണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു നിരജലോചന നിന്നോടായി. ഏതീനു മന്യനെ കുമ്പിടേണ്ടതൊരു രീതിയിൽ നീ എന്നെ പാലിക്കാനായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ.
കുന്നുകൂടുന്നോരു സംസാര കൂപത്തിൽ ആണ്ടൂഞ്ഞേരുങ്ങുന്നോരെൻ്റെ ജന്മം കൊണ്ടൽ വർണ്ണ നിത്യ ദാസ്യത്തിനാക്കേണം കൊണ്ടാടും രാധികാ ജന്മം പോലെ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.